എന്താണ് വൈഫൈ അഡാപ്റ്റർ? നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും വൈഫൈ അഡാപ്റ്റർ എന്ന്. ഇത്തരത്തിൽ പല മോഡലിലുള്ള വൈഫൈ അഡാപ്റ്ററുകൾ നമുക്കിന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഇതെന്താണെന്ന് നോക്കാം, അത് എവിടെയൊക്കെയാണ് നമുക്ക് ഉപയോഗപ്പെടുന്നതെന്ന് നോക്കാം. അതായത് വൈഫൈ അഡാപ്റ്റർ എന്നാൽ നമ്മളുടെ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് ഇതിൽ ഏതെങ്കിലും നമുക്ക് വൈഫൈ ആക്സസ്, അതായത് വൈഫൈ നെറ്റ്വർക്ക് ഇൻബിൽഡായി വരുന്നില്ലെങ്കിൽ, അതായത് വൈഫൈ നമുക്ക് ഓൾറെഡി അതിൽ ഇൻബിൽഡ് അല്ലെങ്കിൽ, ലാപ്ടോപ്പിൽ മിക്കതിലും കാണാവുന്നതാണ്, എന്നാൽ കമ്പ്യൂട്ടറിലെല്ലാം വൈഫൈ ഇല്ലാതെ, വൈഫൈ നമുക്ക് സെപ്പറേറ്റ് വൈഫൈ വഴിയല്ല, കമ്പ്യൂട്ടറിൽ കൂടുതൽ എതർനെറ്റ് വഴിയാണ് നമ്മൾ യൂസ് ചെയ്യാറ്. സോ വൈഫൈ വഴി ഈ ഒരു നെറ്റ്വർക്കിനെ, അതായത് ഇപ്പം നമ്മളുടെ വീട്ടിലുള്ള റൂട്ടർ അല്ലെങ്കിൽ മോഡത്തിൽ നിന്നിട്ട് നെറ്റ്വർക്ക് കണക്ഷൻ നമുക്ക് വൈഫൈ മുഖേന കിട്ടാനായിട്ട്, അതായത് ഈ കമ്പ്യൂട്ടറിലോട്ട് കിട്ടാനായിട്ട്, അല്ലെങ്കിൽ ഈ വൈഫൈ ഇൻബിൽഡ് അല്ലാത്ത ഈ ലാപ്ടോപ്പിലോട്ട് കിട്ടാനായിട്ട് നമുക്ക് ഒരു അഡാപ്റ്റർ ആവശ്യമായിട്ട് വരും, വൈഫൈ അഡാപ്റ്റർ. കാരണം അതിൻ്റെ ആ ഒരു വൈഫൈ അഡാപ്റ്റർ അത് ഇൻബിൽഡ് അല്ല, ആ മോഡത്തിലോ ആ ഒരു കമ്പ്യൂട്ടറിലോ അല്ലെങ്കിൽ ആ ഒരു ലാപ്ടോപ്പിലോ അത് ഇൻബിൽഡ് അല്ല, വൈഫൈ ഇൻബിൽഡ് അല്ല. അത്തരം സാഹചര്യത്തിൽ നമുക്ക് ഉപയോഗപ്പെടുന്ന ഒന്നാണ് ഈ കാണുന്ന വൈഫൈ അഡാപ്റ്റർ. വൈഫൈ അഡാപ്റ്റർ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, ഒരുപാട് പേരത് ഉപയോഗിക്കുന്നുണ്ടാവും. എന്നാൽ വൈഫൈ അഡാപ്റ്റർ ഉപയോഗിക്കുമ്പോൾ അതിൽ തന്നെ ഡ്യുവൽ ബാൻഡ് വൈഫൈ അഡാപ്റ്റർ ഉണ്ട്. നമ്മൾ വൈഫൈ അഡാപ്റ്റർ വാങ്ങുമ്പോൾ പ്രത്യേകിച്ച് ആരും അധികം ചിന്തിക്കാറില്ല, ജസ്റ്റ് നമ്മൾ ഓൺലൈനിൽ ഒരു ജസ്റ്റ് വൈഫൈ അഡാപ്റ്റർ എന്ന് പറഞ്ഞ് നമ്മളത് പർച്ചേസ് ചെയ്യും. പക്ഷേ ശ്രദ്ധിക്കണം, നമ്മളുടെ പ്ലാൻ അനുസരിച്ച് വൈഫൈ അഡാപ്റ്റർ വാങ്ങിക്കുമ്പോൾ അതനുസരിച്ചിട്ടുള്ള വൈഫൈ അഡാപ്റ്റർ വാങ്ങാൻ ശ്രദ്ധിക്കുക. എന്നാലാണ് നമുക്ക് ആ ഒരു മികച്ച സ്പീഡും ആ ഒരു ആക്യുറസിയും കൺസിസ്റ്റൻസിയൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് അതുപോലെയുള്ള നല്ല ഒരു വൈഫൈ റൗട്ടർ മേടിച്ചാലാണ് ആ ഒരു സ്പീഡ് അവിടെ കിട്ടുകയുള്ളൂ. ഉദാഹരണം, ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ എന്താണ് ഡ്യുവൽ ബാൻഡ് വൈഫൈ അഡാപ്റ്റർ എന്നാൽ നമുക്കറിയാം. അതായത് നമുക്കൊരു ഡുവൽ ബാൻഡ് റൂട്ടർ എന്താണെന്ന് അറിയാം. അതായത് 2 ബാൻഡ് വിത്ത് ഉണ്ടാവും, 2.4 GHz എന്ന് പറഞ്ഞ വൈഫൈ ബാൻഡ് വിത്ത് ഉണ്ടാവും, ഫ്രീക്വൻസി ഉണ്ടാവും. അതിന് പുറമെ തന്നെ 5 GHz എന്നുള്ള രണ്ടാമത്തെ ബാൻഡ് വിത്തും ഉണ്ടാവും. ഇത് നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ കൂടുതലും ഇപ്പോൾ ജിയോ ഉപയോഗിക്കുന്നവരാണെങ്കിലും എയർടെൽ ഉപയോഗിക്കുന്നവരൊക്കെ ആണെങ്കിലും അവരുടെ വീട്ടിൽ കിട്ടുന്ന ഈ റൂട്ടറുകൾ അല്ലെങ്കിൽ മോഡത്തിലെല്ലാം തന്നെ ഈ ഒരു ഡ്യുവൽ ബാൻഡ് ഫെസിലിറ്റി ഉള്ള റൂട്ടറുകളാണ് സർവീസ് പ്രൊവൈഡർമാർ കൊടുക്കുന്നത്. ഒട്ടുമിക്ക ESPകളും ഡ്യുവൽ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന റൗട്ടറുകളാണ് കൊടുക്കുന്നത്. അതിൻ്റെ പേര് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും, 2 വൈഫൈ കാണിക്കുന്നത് കാണാം, 2.4 എന്നും 5G എന്നും പറഞ്ഞ് 2 വൈഫൈ കാണിക്കുന്നത് കാണാം. ഇല്ല, അത് കമ്പൈനായിട്ട് ഒരൊറ്റ വൈഫൈ ആയിട്ടും കാണിക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിലും അതിൻ്റെ സൈഡിലായിട്ടൊരു ഫെയ്ഡായ രീതിയിൽ 2.4/5G എന്നുള്ള 5 GHz എന്നുള്ള ഒരു ബാൻഡ് വിത്ത് കാണിക്കും. കാരണം വെച്ചത് ഡ്യുവൽ ബാൻഡാണ്. അത്തരം റൂട്ടറുകളും മോഡങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരം ഡ്യുവൽ ബാൻഡ് ഉപയോഗിക്കുന്ന ഒരാൾ, ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ നിന്ന് നമ്മൾ ഒരു കണക്ഷൻ, ഒരു വൈഫൈ അഡാപ്റ്റർ വാങ്ങുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു നോർമൽ വൈഫൈ അഡാപ്റ്റർ ഒരു 250-300 റേഞ്ചിൽ വരെ ഇപ്പം നിലവിലത്തെ സാഹചര്യത്തിൽ ഓൺലൈനിൽ കിട്ടുന്നതാണ്, തുടങ്ങി സ്റ്റാർട്ടിങ് കിട്ടുന്നതാണ്. സോ അത്തരത്തിലുള്ളൊരു വൈഫൈ അഡാപ്റ്റർ നമുക്ക് അവിടെ മേടിച്ച് വെക്കുമ്പോൾ ഈ ഡ്യുവൽ ബാൻഡിൽ സപ്പോർട്ട് ചെയ്യുന്ന റൂട്ടറുകളാണ് വീട്ടിലിരിക്കുന്നത്. അവിടെയുള്ള നമ്മളുടെ ഒരു കമ്പ്യൂട്ടറിലോട്ട് എടുക്കാൻ നേരത്തുള്ള അല്ലെങ്കിൽ ലാപ്ടോപ്പിലോട്ട് എടുക്കാൻ നേരത്ത് വാങ്ങിക്കുന്ന ഒരു വൈഫൈ അഡാപ്റ്റർ ആണെങ്കിൽ ആ ഒരു സ്പീഡ്, ഡ്യുവൽ ബാൻഡിൻ്റെ ആ ഒരു ഹൈ സ്പീഡ് അതിനകത്ത് സപ്പോർട്ട് ചെയ്യില്ല. അതിനകത്ത് നോർമലി വരുന്ന ഒരു സിംഗിൾ ബാൻഡിൽ പോകുന്ന അതേ സ്പീഡാണ് അതിൽ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ. സോ നമ്മളുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന റൂട്ടർ, ഉപയോഗിക്കുന്നത് ഒരു ഡ്യുവൽ ബാൻഡ് റൂട്ടറാണ്. അതനുസരിച്ചിട്ടുള്ള പ്ലാനുമാണെങ്കിൽ, അതായത് നമുക്കറിയാം ഡ്യുവൽ ബാൻഡ് റൂട്ടറൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല പ്ലാൻ ആയിരിക്കണം. അതായത് ഒരു 50 MBPS കുറഞ്ഞതിന് മേളിലുള്ള പ്ലാനുകൾ, അതായത് 100 MBPS, 150 MBPS, 200 MBPS തുടങ്ങിയുള്ള പ്ലാനുകളൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് നമ്മൾ ഈ ഡ്യുവൽ ബാൻഡ് കൂടുതലായിട്ട് ഉപകാരപ്പെടുന്നത്. ഡ്യുവൽ ബാൻഡ് എന്താണെന്ന് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, നിങ്ങൾ കണ്ടു നോക്കുക. ഡ്യുവൽ ബാൻഡ് വൈഫൈയിൽ സ്പീഡ് കൂടുതൽ കിട്ടാനായിട്ടാണ് നമ്മൾ ഡ്യുവൽ ബാൻഡ് ഉപയോഗിക്കുന്നത്. എതർനെറ്റിൽ മാക്സിമം സ്പീഡ് എല്ലാത്തിലും കിട്ടും, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. സോ അതുപോലെ വൈഫൈയിൽ സ്പീഡ് കൂടുതൽ കിട്ടാൻ ഡ്യുവൽ ബാൻഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ വൈഫൈ അഡാപ്റ്ററും അത്തരത്തിലുള്ള വൈഫൈ അഡാപ്റ്റർ, ഡ്യുവൽ ബാൻഡ് വൈഫൈ അഡാപ്റ്റർ, അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ 300 രൂപ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു 800 രൂപ സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്കൊരു വൈഫൈ ഡ്യുവൽ ബാൻഡ് അഡാപ്റ്റർ കിട്ടും. സോ അത്തരത്തിലൊരു ഡ്യുവൽ ബാൻഡ് മോഡമാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നതെങ്കിൽ, ഡ്യുവൽ ബാൻഡ് മോഡം റൗട്ടറാണ് നിങ്ങളുടെ വീട്ടിലിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു ഡ്യുവൽ ബാൻഡ് വൈഫൈ അഡാപ്റ്റർ തന്നെ മേടിക്കുക. അതായത് ഒരു 50 MBPS മേലുള്ള പ്ലാനും ഡ്യുവൽ ബാൻഡ് റൂട്ടറുമൊക്കെയാണ് നമ്മുടെ വീട്ടിലിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു ഡ്യുവൽ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു എതർനെറ്റ്
ഡ്യുവൽ ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു റൗട്ടർ വൈഫൈ അഡാപ്റ്റർ തന്നെ മേടിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നാലും നമുക്ക് ആ ഒരു സ്പീഡ് കിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ഡ്യുവൽ ബാൻഡ് നമുക്ക് വേറെ രീതിയിൽ ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ നമ്മളുടെ കമ്പ്യൂട്ടറിൽ ഇപ്പോൾ ഒരു വൈഫൈ ഉണ്ട്, വൈഫൈ നെറ്റ്വർക്ക് ഉണ്ട്, പക്ഷേ അതൊരു സിംഗിൾ ബാൻഡാണ്. അതായത് നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും, അതായത് വൈഫൈയിൽ ഒരു ഒറ്റ പേര് മാത്രമേ കാണിക്കുള്ളൂ. 2.4 ബാൻഡ് വിത്ത് മാത്രമേ എന്നത് സപ്പോർട്ട് ചെയ്യുള്ളൂ. കാരണം വെച്ചാൽ ആ ഒരു ഡിവൈസ്, ആ ഒരു പർട്ടിക്കുലർ ഡിവൈസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ലാപ്ടോപ്പ് 2.4 മാത്രമേ സപ്പോർട്ട് ചെയ്യുള്ളൂ, 5G സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ വരുമ്പോഴും നമുക്ക് ഈ ഒരു ഡ്യുവൽ ബാൻഡ് വൈഫൈ അഡാപ്റ്റർ വാങ്ങിയാണെങ്കിൽ ഈ പറഞ്ഞ ഡ്യുവൽ ബാൻഡ് മോഡലിൽ നിന്ന് നമുക്ക് ആ ഒരു 5 GHz സ്പീഡ്, ആ ഒരു മാക്സിമം സ്പീഡ് നമുക്ക് കമ്പ്യൂട്ടറിൽ കിട്ടാനായിട്ട് ഓൾറെഡി കമ്പ്യൂട്ടറിൽ വൈഫൈ ഇൻബിൽഡ് ആണെങ്കിൽ പോലും, അതായത് 2.4 സിംഗിൾ ബാൻഡ് വൈഫൈ ഇൻബിൽഡ് ആണെങ്കിൽ പോലും നമുക്ക് ഈ ഒരു അഡാപ്റ്റർ കുത്തിക്കഴിഞ്ഞാൽ അത് 5Gയിലോട്ട് മാറുകയും ഈ 5G ബാൻഡ് വിത്തിൽ അതായത് ഒരു വൈഫൈയുടെ 5 GHz സ്പീഡിൽ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലും അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കുക, വൈഫൈ അഡാപ്റ്റർ മേടിക്കുന്നവർ. വൈഫൈ അഡാപ്റ്റർ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ എല്ലാവർക്കും നേരത്തെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവാം. പക്ഷേ ഈ ഒരു കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചിട്ട് വൈഫൈ അഡാപ്റ്റർ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സ്പീഡ് മാക്സിമം ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ. താങ്ക് യു.